ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് 3 തിയറികളാണുള്ളത്. ഒന്നാമത്തേത് പാൻസ്പേർമിയ തിയറി, അതായത് വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടായിട്ട് ലൈഫ് സ്പോർട്സിന്റെ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നതെന്ന് ആണ് ഈ പാൻസ്പേർമിയ തിയറി പറയുന്നത്. രണ്ടാമത്തേത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, അതായത് സ്ട്രോ, മഡ് പോലുള്ള നോൺ ലിവിങ് തിങ്സ് ആണ് ലൈഫ് ഉണ്ടായിരിക്കുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. പക്ഷെ ലൂയിസ് പാസ്റ്റർ ഇത് ഒരു എക്സ്പെരിമെന്റോട് കൂടെ ഡിസപ്രൂവ് ചെയ്തു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കിൽ കിൽഡ് ഈസ്റ്റിനെ ഇട്ടു. അത് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോഴും ക്ലോസ് ചെയ്ത് വെച്ചപ്പോഴും ഓപ്പൺ ചെയ്തതിൽ മാത്രമാണ് ലൈഫ് ഉണ്ടാകുന്നത്, ക്ലോസ് ചെയ്തതിൽ ലൈഫ് ഉണ്ടാകുന്നില്ല. അങ്ങനെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസപ്രൂവ് ആയി. അടുത്ത തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. ഇത് മുന്നോട്ട് വെച്ചത് ഒപ്പാരനും ഹാൾഡെയിനുമാണ്. അതായത് ലൈഫ് ഉണ്ടാകുന്നതിന്റെ മുന്നേ ഓർഗാനിക് മോളിക്യൂൾസ് ഫ്രം ഇനോർഗാനിക് കോൺസ്റ്റൻസ് ഉണ്ടാകണം. അതായത് കെമിക്കൽ എവല്യൂഷൻ ഒറിജിനൽ ലൈഫിന്റെ മുന്നേ നടന്നിരിക്കണം. ദാറ്റ് ഈസ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്, RNA, പ്രോട്ടീൻ അതെല്ലാം ഉണ്ടായതിനു ശേഷമാണ് ലൈഫ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്.